കോഴിക്കോട് പാലാഴിയിൽ ബൈപ്പാസിനടുത്ത് കെട്ടിട നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് തൊഴിലാളി മരിച്ചു. മണ്ണിനടിയിൽപ്പെട്ട 2 പേരെ രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനത്തിനിടയിൽ വീണ്ടും മണ്ണിടിച്ചിൽ. അവിടുന്ന് ഇങ്ങോട്ട് 5-6 വീട്ടിലേക്കുള്ള വഴി അംഗൻവാടി, ചെറിയ കുട്ടികളെ അംഗൻവാടിയിലേക്ക് കൊണ്ടുപോണ വഴിയാണത്. ഇതിന് അംഗൻവാടി പോണവരോട് ഞാൻ ഇപ്പം പറയുകയെ ചെയ്യുക, അതിലെ പോവരുതിട്ട് ഞങ്ങൾ അപ്പുറത്തൂടെ പൊയ്ക്കോളിയാണ്ട് അപ്പുറത്തൂടെ വിടുകയെ ചെയ്യുന്നത്. തൃശൂർ പുതുക്കാട് അവിവാഹിതരായ പങ്കാളികൾ കുഞ്ഞുങ്ങളെ കൊന്നു കുഴിച്ചിട്ടതായി സംശയം. അസ്ഥിയുമായി യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തി. യുവതി കസ്റ്റഡിയിൽ. ദോഷപരിഹാര കർമ്മത്തിനായി അസ്ഥികൾ സൂക്ഷിച്ചെന്ന യുവതിയുടെ മൊഴി. മുസ്ലിം സംഘടനകളുടെ എതിർപ്പ് തുടരുന്നതിനിടെ സുംബ പരിശീലനത്തിൽ ചർച്ചയാകാമെന്ന വിദ്യാഭ്യാസ മന്ത്രി. അധിക്ഷേപിച്ചവർ മാപ്പ് പറയണമെന്നും വി ശിവൻകുട്ടി. സംശയം ചോദിച്ചവരെ തീവ്രവാദിയാക്കേണ്ടതില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. സെക്രട്ടേറിയറ്റിനു മുന്നിൽ പ്രതിഷേധ സുംബ. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ 13 സ്പിൽവേ ഷട്ടറുകളും തുറന്നു. പെരിയാർ തീരത്ത് ജാഗ്രത. സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറഞ്ഞു.